ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സൂപ്പർ സൗമി. 2024 ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം കനകക്കുന്നിൽ നടന്ന ഓണക്കൂട്ടായ്മയുടെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. സെപ്റ്റംബർ 13 മുതൽ 22 വരെയായിരുന്നു ഓണക്കൂട്ടായ്മ. 50 രൂപയായിരുന്നു മുതിർന്നവർക്ക് ടിക്കറ്റ്. കുഞ്ഞുകുട്ടികൾക്ക് ടിക്കറ്റ് ഇല്ല, 5 വയസ്സിന് താഴെ ടിക്കറ്റ് ഇല്ല. ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ കനകക്കുന്നിനുള്ളിലേക്ക് പ്രവേശിച്ചു. അവിടെ അടിപൊളിയായിട്ടുള്ള ഒരു ഗാനമേള നടക്കുകയായിരുന്നു. ഗാനമേളയിൽ ഞങ്ങൾ നല്ല നല്ല പാട്ടുകൾ ആസ്വദിച്ചു. ഇവിടെ പെറ്റ്സ് പാർക്ക് ഉണ്ടായിരുന്നു. ഈ പെറ്റ്സ് പാർക്കിൻ്റെ മുന്നിൽ നല്ല മനോഹരമായ ഒരു ഒട്ടകത്തെ കെട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നും ആൾക്കാർ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിരുന്നു. പെറ്റ്സ് പാർക്കിനുള്ളിലോട്ട് കയറാൻ സ്പെഷ്യൽ ടിക്കറ്റ് ഉണ്ടായിരുന്നു. 50 രൂപയായിരുന്നു ടിക്കറ്റ്. തുടർന്ന് ഇവിടെ നിരവധി സ്റ്റാളുകൾ ഉണ്ടായിരുന്നു. ഇവിടുത്തെ സ്റ്റാളുകളിൽ വളരെ ഹൈലൈറ്റ് ആയിരുന്നു ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ പവലിയൻ. ഒരു ന്യൂസ് എങ്ങനെ റിപ്പോർട്ട് ചെയ്യാമെന്ന് ലൈവായിട്ട് അവിടെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. വാർത്തകൾ പൊതുജനങ്ങൾക്ക് വായിക്കാനുള്ളൊരു അവസരമായിരുന്നു ഇത്. ക്യാമറയ്ക്ക് മുന്നിൽ എഴുതി വരുന്ന വാർത്തകൾ ഇതിൻ്റെ മുന്നിൽ നിൽക്കുന്ന വ്യക്തി വായിക്കുകയും ക്യാമറയിൽ നോക്കി വായിക്കുകയും അതിൻ്റെ ലൈവ് വീഡിയോ റെക്കോർഡ് ചെയ്യുകയും അവിടെ പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു. അത് വളരെ ഒരു കൗതുക കാഴ്ചയായിട്ട് എനിക്ക് തോന്നി. കൂടാതെ ഷൂട്ടിങ്ങിനായി യൂസ് ചെയ്യുന്ന പല വിധത്തിലുള്ള ക്യാമറകളുടെ പ്രദർശനവും അവിടെ ഉണ്ടായിരുന്നു. ക്യാമറകളും മറ്റ് വസ്തുക്കളുടെയും പ്രദർശനങ്ങൾ ഈ സ്റ്റാളിൽ ഉണ്ടായിരുന്നു. കൂടാതെ മറ്റ് നിരവധി പ്രദർശനങ്ങളും ഈ സ്റ്റാളിനുള്ളിൽ ഉണ്ടായിരുന്നു. ഈ സ്റ്റാളിലെ പ്രദർശനം കണ്ടതിന് ശേഷം കുലുക്കി സർബത്ത് അടിക്കുന്ന ഒരു പയ്യൻ്റെ രസകരമായ ആക്ഷൻസ് ഞങ്ങളെ ആകർഷിച്ചു. അതിൻ്റെ വീഡിയോ എടുത്ത് അവിടെ നിന്നും 2 കുലുക്കിയും കുടിച്ചതിന് ശേഷം ഞങ്ങൾ അടുത്ത സ്റ്റാളിലേക്ക് പോയി. അടുത്തതായി ഫുഡ് കോർട്ടിലായിട്ടായിരുന്നു ഞങ്ങൾ പോയിരുന്നത്. ലൈവായി ചിക്കിങ്ങും മറ്റു പല സ്ഥലങ്ങളിലെ പല പല വിഭവങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. കൂടാതെ ഗെയിം സോണുകളും ചിൽഡ്രൻസ് പാർക്കും വളരെ നല്ലതായിരുന്നു. കൂടാതെ തന്നെ ഇവിടുത്തെ നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ MG ശ്രീകുമാർ സാറിൻ്റെയും മറ്റു കൂട്ടരുടെയും ഗാനമേളയും ഡാൻസും എല്ലാം ഓണക്കൂട്ടായ്മയ്ക്ക് കൗതുകങ്ങൾ കൂട്ടി. മനോഹരമായ ഡെക്കറേഷൻസും ഫോട്ടോ പോയിന്റും ലൈറ്റുകളുമെല്ലാം തന്നെ കനകക്കുന്നിനെ കൂടുതൽ മനോഹരിയാക്കി. ഇവിടുത്തെ പുൽത്തകിടി കണ്ടപ്പോൾ തന്നെ അച്ചുക്കുട്ടൻ കളിക്കാൻ തുടങ്ങി. കുറച്ചു നേരം കളിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഇവിടെ നിന്നും പോയത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ ബൈ.